മാനേജർ GM മാനേജർ ഞാൻ ഇവിടുത്തെ ക്ലീനറോട് എനിക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചെയ്യും. ഷാനവാസ് മൈക്ക് ധരിക്കുക. ഞാൻ എന്റെ ഡ്യൂട്ടി ടൈം ഇതല്ല. എന്റെ ഡ്യൂട്ടി ടൈം ഞാൻ യൂണിഫോം ഇട്ട് ഇതാക്കി ഞാൻ ഞാൻ ഫ്രഷ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ ഓൺ ഡ്യൂട്ടിയിൽ ഞാൻ കയറും, എല്ലാ ജോലിയും ഞാൻ ചെയ്യും. സോറി മാഡം, ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്താൽ എനിക്ക് കുളിക്കും, ഫ്രഷ് ആയും മറ്റേ ബാത്റൂം പോകുന്നുണ്ട്. ഒരു പ്രാഥമിക ഒരു തൊഴിലാളിയുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത GML ഫ്രഷ് ആയാൻ പോവാണ്. കാരണം ഞാൻ എന്റെ യൂണിഫോമും കാര്യങ്ങളും ഇട്ടിട്ടല്ലേ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാം. യൂണിഫോം ഇടാതെ ഡ്യൂട്ടിക്ക് ഇറങ്ങണം. ഹാഫ് ആൻ അവർ മുന്നേ എല്ലാം ഫ്രഷ് ആവാൻ പോകുന്നുണ്ടായിരുന്നു. ഞാൻ കുളിക്കാനും ഇതാക്കാനും ഫ്രഷ് ആകാൻ പോയി. ഫ്രഷ് ആയി ഞാൻ യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ ആ ഓൺ ഡ്യൂട്ടി എന്ത് വർക്കാ ചെയ്യേണ്ട വെച്ചാൽ ഞാൻ ചെയ്യും. എന്റെ ഡ്യൂട്ടി അല്ലാതെ ഞാൻ ചെയ്യില്ല. ഹോട്ടലിൽ ഈ നിയമമുണ്ട്, തൊഴിൽ എല്ലാത്തിനും ഒരേ നിയമം. ആ നിയമം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളല്ലല്ലോ പറയല്. ഞങ്ങള് തൊഴിലാളികളുടെ അവകാശങ്ങളിലും ഇതിലും നിങ്ങൾ ആരും കൈ കടത്തണ്ട. ഞങ്ങളിവിടെ അടിമകളല്ല. ആള് ഡ്യൂട്ടി അയാൾ ഡ്യൂട്ടിക്കാരെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അയാളെ കൊണ്ട് കഥ അറിയിപ്പിക്കുക. വേറെ ഡ്യൂട്ടിയിലുണ്ട് ആളുണ്ടല്ലോ, ഡ്യൂട്ടിയിൽ ആളുണ്ടല്ലോ, ചെയ്യിപ്പിക്ക്. ഞാൻ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ A to Z എന്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. ഡ്യൂട്ടിയിൽ കയറാതിന് മുമ്പ് ഡ്യൂട്ടി ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യില്ല. ഡ്യൂട്ടി ഇതൊരു ഹോട്ടലാണ്. ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത് 24 hours. നിങ്ങളുടെ കൺവീനിയന്റ് ഇട്ടിട്ട് വരും. യൂണിഫോം ഇട്ടിട്ട് അല്ല ഇവിടെ വന്ന ഗസ്റ്റുകൾ പറയുന്നത് ജോലി ചെയ്യാനല്ല. എനിക്ക് ശമ്പളം തരുന്നത് ഗസ്റ്റുകളല്ല. അങ്ങനെ കൈ ചൂണ്ടിട്ട് അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു. അറിയാലോ, GM ആണ് എനിക്ക് ശമ്പളം തരുന്നത്. അതാണ്. പിന്നെ എന്റെ ഡ്യൂട്ടി ചെയ്യാനാണ് ഞങ്ങൾ രണ്ടുപേരുള്ളത്. ഇവിടുത്തെ ഒരാൾ ചെയ്യിക്ക്. ഇവ നടക്കില്ല. ഒരു ഗസ്റ്റുകളുടെ യൂണിഫോം ചേഞ്ച് ചെയ്തിട്ട് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ. പിന്നെ നിങ്ങൾ ഞാൻ പേ ചെയ്യുന്ന ക്യാഷ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് സാലറി ആയിട്ട്. കയ്യിലിരിക്കുന്നതേ ഉള്ളൂ, ഇങ്ങോട്ട് എടുത്തിട്ട് കാര്യമില്ല. ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട്. വേണ്ട. നിങ്ങൾ ആരാണ്? നിങ്ങൾ വലം കയ്യോ ഇടം കയ്യോ വെട്ടി മാറ്റും. ഞാൻ ആളുകളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് മാനേജർ നിങ്ങളോടാ, അയാളോട് സംസാരിക്കിപ്പോ. പ്രാഥമിക പരിപാടികൾ ചെയ്യാതെ ഭക്ഷണം കഴിക്കാതെ നേരത്തെ വിളിച്ചതല്ലേ? അതെ, ഒരു ഡ്യൂട്ടിക്ക് ഒരു ഡേറ്റും ഇല്ല. ഇത്തരത്തിൽ ഡ്യൂട്ടിയിലിട്ട് കയറപ്പോ ഇത്രയും ആൾക്കാർ ഡ്യൂട്ടിയിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. തൊഴിലാളികളുടെ കാര്യം നോക്കാൻ അവകാശം അത്രേ ഉള്ളൂ. അതുള്ളൂ. അതിന് മുമ്പ് ഈ അസിസ്റ്റന്റ് മാനേജർ പോയി പണിയൊക്കെ പറയും. പിന്നെ അസിസ്റ്റന്റ് മാനേജറിന്റെ പണിയിലെ നോക്കാം. നിങ്ങളെ പണിയെടുപ്പിക്കാം. നിങ്ങളിപ്പോ മുടിയുമ കളിക്കാണ്ട് വേഗം ചെയ്യൂ. നമുക്ക് സമയമല്ല. നിങ്ങളെ മുടിയുമ കളിക്കാണ്ട് നിങ്ങൾ യൂണിഫോം ഇടൂ. മാഡം ഇതിട്ടേ വരൂ. നിങ്ങളെ മുടിയുമ കളിക്കാണ്ട് വേഗം യൂണിഫോം ഇടൂ. തിരിച്ചു വിട്ടോന്ന്. ഇവിടെ ഹോട്ടലിനെതിരെ GM-നെതിരെ സമരം പിടിച്ച ആൾക്കാർ അവിടെ വന്നാണ്ട് എന്നെ നന്നാക്കാൻ നടക്കണേ. ഇയാൾ എന്താണ് ഇങ്ങനത്തെ വർത്താനം പറയണത്? നിങ്ങൾ നിങ്ങളുടെ യൂണിഫോം വേഗം ഇടൂ. നിങ്ങള് പറഞ്ഞിട്ടും കാര്യമല്ല, ഇത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ശമ്പളം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണം. ഇതെന്താണ്? ശമ്പളം കിട്ടില്ലെങ്കിൽ വേറെ സമരം ഇവിടെ വേറെ വരും. ചെയ്ത ജോലിക്കുള്ള നിങ്ങൾ അവിടെ സമരം ചെയ്തിരുന്നോ? ചെയ്യാത്ത പണിക്ക് ശമ്പളം ചോദിച്ചിട്ട്. ഷാനവാസ് ഇത് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. വളരെ മോശമായിട്ടൊരു കാര്യമാണ്. ആയിക്കോട്ടെ, അതിനെന്താ? നിങ്ങൾ ഡ്യൂട്ടി ടൈം തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾ നിങ്ങൾ പറയുമ്പോഴല്ലോ എന്റെ ഡ്യൂട്ടി ടൈം. ഞങ്ങൾ പറയുമ്പോഴാണ് ഡ്യൂട്ടി. ഇപ്പൊ നിങ്ങൾ ലക്ഷത്തിലാണ് ഡ്യൂട്ടി. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു പണി തന്നിട്ടുണ്ട്. ഞങ്ങളാണ് നിങ്ങളുടെ ബോസ്. ഇവരാര്? യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് അത്രേ ഉള്ളൂ.
ഇവരോട് ഞങ്ങൾ നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കാം. അസിസ്റ്റന്റ് മാനേജർ ആണ് നിങ്ങളെ അസിസ്റ്റന്റ് മാനേജർ ഇവിടെ ദൂർത്തടിക്കുന്ന മകളോ എന്ന് പറഞ്ഞാലോ, മകളെ ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മറ്റേ ഇവിടെ നിന്ന് ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാലോ ചെയ്യാനുള്ള എല്ലാം ഞങ്ങൾ. റൂം അറ്റൻഡന്റ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? റൂം അറ്റൻഡ് ചെയ്യണം. ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വാ. അനുമോൾ ഇവിടെ വാ. നിങ്ങൾക്ക് അതിലെ പേഴ്സണൽ വേണ്ടൊക്കെ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? റൂം അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂം അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്നതാണ്. റൂമിൽ അറ്റൻഡ് ചെയ്യണം എന്നാണ്. തൊഴിലാളികളെ ആജ്ഞാപിക്കാൻ വരണ്ട. തൊഴിലാളികളെ ആജ്ഞാപിക്കാൻ വരണ്ട. ഗസ്റ്റിനെ പണിയെടുക്കുക. തൊഴിലാളികളെ ആജ്ഞാപിക്കാൻ വരണ്ട. സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കും. കൈ ചൂടി സംസാരിക്കാനൊന്നും പറ്റില്ല. Excuse me. What is that? What is that? What is that? മനസ്സ് തുറന്ന് ശീലിച്ചു ഞാൻ. പൊട്ടിക്ക് സാറേ ഇങ്ങോട്ടേക്ക് വാ. വിളിക്കുന്നു സെക്യൂരിറ്റി. ഇപ്പൊ റെസ്പെക്ട്ഫുൾ ആയിരുന്നു സാർ. മാനേജറും അസിസ്റ്റന്റ് മാനേജറും അയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. എന്താ പറഞ്ഞ? ഗസ്റ്റിന്റെ സ്ഥലത്തിരിക്കണം, ഗസ്റ്റിനെ പണിയെടുത്താൽ മതി. ഇങ്ങനെയാ ബിഹേവ് ചെയ്യുന്ന. No, you have to tell him. Just go and ask him, why are you being disrespectful towards the guest? Exactly. He can't be like angry towards me. അയാൾ എന്നോട് ബഹുമാനമില്ലാതെ സംസാരിക്കേണ്ട കാര്യം എന്താ? ചേഞ്ച് ചെയ്തവരൊന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കോ? That's not my problem. അങ്ങനെയുള്ള ആൾക്കാരെ ഹയർ ചെയ്തെങ്കിൽ നിങ്ങൾ പറയോ സോറി? So like ഞാൻ എല്ലാ ഡിസ്റെസ്പെക്റ്റും കേൾക്കണം, എന്നിട്ട് all I get is a sorry from other people. Shoot this guy today. My hook of across he also stolen my bullet. അത് നന്നായിരിക്കും സാർ. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. മാനേജറും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഞാൻ എന്റെ സാറേ അങ്ങോട്ടേക്ക് ഇട് സാറേ. എങ്ങനെയാണ് ഷാനവാസിനെ ഉപദേശിക്കാൻ പറ്റുക? അസിസ്റ്റന്റ് മാനേജർ റെഡി അല്ലായിരുന്നു. നിങ്ങളാരാണ് ഇതെടുത്ത് മാറ്റാൻ? നിങ്ങളാരാ? അതെ, പണി കൂടുതൽ കൊടുത്തോ? അതെ, കൊടുക്ക് സാറേ അങ്ങോട്ടേക്ക്. ഈ വരുന്ന ഗസ്റ്റിന്റെ കൂടെ നടക്കണം, ഡോക്ടർ നടക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? അല്ലെ ഞാൻ ചോദിക്കുന്നത്. ഇല്ല. മാനേജർ പോയി നോക്കിക്കൂടെയാ? ചേരോ? അല്ല, ഇയാള് ഹോട്ടലാന്ന് ആൾക്കാർ. അതെ, ആർക്കറിയില്ലേന്ന്? ഇയാൾക്ക് ഈ മറ്റേ ഷാനവാസിന്. അദ്ദേഹം യൂണിഫോമിലാണോ നിൽക്കുന്നത്? യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ. അതിനകത്ത് ഗസ്റ്റ് അങ്ങനെ പറയുമ്പോ മാറ്റണോണ്ട് എന്താ പ്രശ്നം? എന്തോ എനിക്ക് അതിനോട് താല്പര്യമില്ല. അതിനെന്ത് താല്പര്യക്കുറവെന്താ? ഇപ്പൊ ഞാന് അല്ല ഗസ്റ്റിനോട് ചെയ്യാൻ നമ്മളെ ഡ്യൂട്ടിയിൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അവിടെ അത്ര കൂടാവണമെന്ന്? ഞാൻ പുറത്ത് വെച്ച് അരമണിക്കൂറായി ഡ്രസ് മാറാൻ പറഞ്ഞിട്ട് അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ഡ്രസ് മാറിയല്ലോ. പിന്നെ എന്താ ആൾക്കെന്താ മാറിയാലേ? ചോദ്യം ചെയ്തു. അതല്ല ചോദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് സാർ അത് ചെയ്യില്ല സാർ. അത് ചെയ്യില്ല സാർ. ഓണറിന്റെ മോളൊന്ന് പറയും ചെയ്യല്ലേന്ന്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത് സാർ. അത് ചെയ്യരുത് സാർ പ്ലീസ്. എനിക്ക് നല്ല പ്രശ്നമുണ്ട് ഷാനവാസിന്. എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത I will do whatever I want. ഗസ്റ്റിന് ഇല്ല.
മാറിക്കോ അങ്ങോട്ടേക്ക്, ഡോണ്ട് ടച്ച് മീ. ഗസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ഗസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ തലയ്ക്ക്? മാനേജറിനോ? സാറി അദ്ദേഹത്തിന് ഫ്രണ്ടാണോ? ഞാൻ എന്ത് പറയാനാണ്? മെഡിക്കൽ ഓഫീസറെ കണ്ണടച്ച് വിശ്വസിക്കരുത് സാർ. ഒരു സാധനം ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കുള്ളൂ. അടുത്ത ഗസ്റ്റുകൾ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഹോട്ടൽ ക്ലീൻ ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മാനേജർ എവിടെ? നിങ്ങളുടെയും കൂടി റെസ്പോൺസിബിലിറ്റി കാര്യമായിട്ട് ചെയ്യുക. ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് കറക്റ്റ് ആയിട്ട് നടക്കുക വേണം. ക്ലീൻ ചെയ്യാം ചെയ്യുമല്ലോ. ഇതല്ല ഇതിന്റെ അപ്പുറം ഇവിടെ ഇത് കൊളാക്കിയിട്ടാലും ഞാൻ ചെയ്യണം. മനസ്സിലായില്ലേ? ചെയ്യണം. അതിനാണല്ലോ നിങ്ങൾക്ക് സാലറി തന്നെ ഇവിടെ നിർത്തി. ചെയ്തോളൂ. അതിനൊന്നും ഒരു ടെൻഷൻ ചെയ്തോളൂ. അല്ലാതെ ഇവിടെ ആജ്ഞാപിക്കാൻ ആരും വരണ്ട. വരും വന്നിട്ട് കാര്യമില്ല. ഐ ആം റിച്ച്, ഐ ഹാവ് മണി. ഞാൻ എവിടെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നു അവിടെ ഞാൻ ക്യാഷ് എവിടെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്തോ. പക്ഷെ തൊഴിലാളികളെ സമ്മതിക്കില്ല. തൊഴിലാളികളെ നെഞ്ചത്ത് കയറാൻ സമ്മതിക്കില്ല. സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ സ്റ്റാർ ഞാൻ ജോലി ചെയ്ത് കിട്ടിയ സാധനം. നിങ്ങൾ ജോലി കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. സ്റ്റാർ മൊത്തം സ്റ്റാഫ് ആരാ പറയാ? ഗസ്റ്റ് ആരാ പറയാ? സ്പെഷ്യൽ ഗസ്റ്റ് ആരും അല്ല ഇവിടെ. ഞങ്ങൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അല്ലല്ല ഇവിടെ ഞങ്ങളെ പണിയെടുപ്പിക്കാനോ ഗസ്റ്റ് ആളല്ല. നിങ്ങൾ ഇതുപോലെ വൃത്തികേടുകൾ എന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്യും. നിങ്ങൾ നല്ല ജോലി പിരിച്ചു വിട്ടോ. ഞാൻ ചെയ്ത ജോലിയുടെ കൂലി അതെങ്ങനെ തരുന്നത്? അതിന് ഇവിടെ ബോസ് പറയണം. മേഡാണ് ഞങ്ങള് എന്നോട് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളോട് പറയണം. ആസ് എ മാനേജർ എന്നോട് ഇങ്ങനെ ഒച്ച ഉയർത്തി സംസാരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ കയ്യിൽ സ്റ്റാർ തിരിച്ചു വാങ്ങും. അയാളോട് ഡിസ്റെസ്പെക്ട് പെരുമാറുന്ന സ്റ്റാർ തിരിച്ചു വാങ്ങും. പറഞ്ഞത് പിടിച്ചിട്ടില്ല. ഞങ്ങളെല്ലാം ചെയ്തോളാം. ഇതല്ല ഇവിടെ ഞാൻ ഒരു വേറെ രീതിയിലാക്കിയിട്ടാലും ഞങ്ങളത് ചെയ്യും. GM, what about him disrespecting me? No, I want his stars to be taken. ഇന്നലെ ഞാനും കൂടെ പറഞ്ഞിട്ടാണ് 2 സ്റ്റാർ കൊടുത്തത്. So I want those stars to be taken back. ആ സ്റ്റാർ തിരിച്ചു വെക്കൂ. നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിൽക്കുന്ന ഫുൾ സമയത്ത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ജോലി ചെയ്യാൻ തൊഴിലാളികളെ നെഞ്ചത്ത് കയറണ്ട. You better don't star back. ദൂർത്തടിക്കുന്ന മകളോട് സംസാരിക്കാൻ മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. സിറ്റുവേഷൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം. മനസ്സിലായോ? കൂളായിട്ട് ശിവന്റെ പാർവതി അസിസ്റ്റന്റ് മാനേജർ എന്നോട് ഇത്രയും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ലൈക്ക് ഇവിടെ ബാക്കിയുള്ള എംപ്ലോയീസിന്റെ അടുത്ത് ചെയ്യുന്ന പോലെ സ്റ്റാർ തിരിച്ചെടുക്കണം. അല്ല, ഗസ്റ്റിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആളുടെ അത്രയും സ്റ്റാർ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 3 പേരും ഒരുമിച്ച് നിങ്ങൾ അസിസ്റ്റന്റ് മാനേജർ GM ഒരുമിച്ച് ഡിസൈൻ ചെയ്യും. ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം. പക്ഷെ തൊഴിലാളി മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് പറയും. നിങ്ങൾ ഏത് കോടീശ്വരനായാലും വേണ്ടില്ല, ഏത് ധനികനായാലും വേണ്ടില്ല, പറയാനുള്ളത് ആയിക്കോട്ടെ. ഈ വൃത്തികേട് ഇത്രയും കാലം സഹിക്കുന്നില്ലേ? ഇത്രയും കാലം ഈ വൃത്തികേട് സഹിച്ചില്ലേ? ആ വൃത്തികേട് സഹിച്ചില്ലേ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ?
ആ വൃത്തികേട് സഹിച്ചില്ല എന്ന മതലബ് ഏത് വൃത്തികേട് സഹിച്ചില്ല ഇത്രയും കാലം? പറയൂ, തെളിച്ചു പറയൂ. ഏത് വൃത്തികേട് സഹിച്ചില്ല? ഇങ്ങനെ നോക്കിയിട്ട് ഈ വൃത്തികേട് മുതലാളിയുടെ മകളെ ഒരു ഇവിടെ മുതലാളിയുടെ കളയുന്ന ഈ വൃത്തികേട് സഹിച്ചില്ലേ? പൈസ ഒരു ഉളുപ്പില്ലാതെ അച്ഛനോടുള്ള കടപ്പാടാ. അച്ഛൻ വരട്ടെ. അച്ഛൻ പറഞ്ഞാൽ ഇതോടെല്ലാം സറണ്ടർ ഞങ്ങൾ പണിക്ക് ഞങ്ങളെ ജോലിയാവും. ഒരുമിച്ച് വന്നതാണോ? അല്ലല്ലോ. ആ ഞങ്ങള് അച്ഛൻ സാലറി അയാൾക്കൊരു കുഴപ്പമില്ലല്ലോ. അയാൾക്കൊരു കുഴപ്പമില്ലല്ലോ. അച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നതാണ്. അയാൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളെന്ന് പറയുന്നത് പറ്റുന്നല്ലോ. നിയമിന്റെ അണ്ടറിൽ വൃത്തികേട് കോരൂ. അനീഷ് തൊഴിലാളികളുടെ ഇവിടെ വരിക, ജിയായിട്ട് നിൽക്കുക, അവർക്കുള്ള ഹോസ്പിറ്റാലിറ്റി ഞങ്ങളെ ഡ്യൂട്ടി ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. ഞങ്ങളെ നെഞ്ചത്തോട്ട് കയറി വരാൻ ഒരു രുദ്രനല്ല ഇപ്പൊ ക്ലീനറാ. രുദ്രനല്ല ക്ലീനറാ. രുദ്രനല്ല ക്ലീനറാ. Don't talk to me disrespectfully. What do you say? വൃത്തികെട്ട ഗസ്റ്റോ? What did you say? വൃത്തികെട്ട ഗസ്റ്റ്. മുതലാളിന്റെ പൈസ തൂർത്തെടുക്കാൻ കുഴപ്പമില്ല. ഇങ്ങനെ പറയുള്ളൂ. തൊഴിലാളികളുടെ നെഞ്ചത്ത് കയറാനുള്ള ഉള്ളത് പൈസ പോക്കറ്റിലെ ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയുള്ളൂ. ഇനി ഇതൊരു 10,000 പ്രാവശ്യം തട്ടിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഒരു ഇഷ്യൂ ഇല്ല. 10,000 വട്ടം തട്ടിയിട്ടാലും കുഴപ്പമില്ല. കുഴപ്പമില്ല നിങ്ങളല്ലേ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. ക്ലീൻ. എന്തായാലും ഞാൻ ഒരു വൃത്തികെട്ട ഗസ്റ്റാ. ഞാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ തരാം. വൃത്തികെട്ട ഗസ്റ്റ്. ഓക്കെ. എനിക്ക് കാരണം നിങ്ങളുടെ വാലിഡേഷൻ എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു എന്റെ ലൈഫിൽ. ഞാൻ വൃത്തികെട്ടതാണോ നല്ലതാണോ? ക്രേവിംഗ് ഫോർ യുവർ വാലിഡേഷൻ. സോ നൗ യു ഡു. നിങ്ങൾ മുതലാളി എന്റെ മുതലാളി പറഞ്ഞു വന്ന ഗസ്റ്റാണ്. നിങ്ങൾ പൊക്കി പറഞ്ഞില്ലെങ്കിലും മാനേജർക്കൊന്നും പറയാനില്ല. മാനേജർക്കൊന്നും പറയാനില്ല. മാനേജർ അനുമോളിന് പേഴ്സണലി എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ എന്നോട് മാനേജറായിട്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും എന്നെ വൃത്തികെട്ട ഗസ്റ്റ് എന്ന് വിളിച്ചിട്ട് പക്ഷെ യൂഷ്വലി ഇത്ര വോയിസ് അല്ലല്ലോ. യൂഷ്വലി ഇങ്ങനെ അല്ലല്ലോ. ഇപ്പൊ എന്താ ഇത്ര ഭയങ്കര ഹമ്പിൾ ആയിട്ട് നിൽക്കുന്നത്? നിങ്ങൾ എന്നോട് പറയുന്നില്ല. അല്ല ഞാൻ ചോദിക്കുന്നതല്ല. തൊഴിലാളികൾ ഇങ്ങനെ പീഡിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഞങ്ങൾക്ക് വിശ്രമം വേണം. ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്ന തൊഴിൽ നിയമമുണ്ട്. ഗവൺമെന്റ് തന്ന തൊഴിലുണ്ട്. ഇത്ര മണിക്കൂർ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഏത് ഡ്രസ് ചേഞ്ച് ചെയ്തു, ക്ലീൻ അപ്പ് ആയി, ഫ്രഷ് ചെയ്യൂ. എന്ത് ഗസ്റ്റോ? ഞങ്ങൾ തൊഴിലാളികളാ. തൊഴിലാളികൾ വൃത്തികേട് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കും. ഞങ്ങളെ നെഞ്ചത്തോട്ട് കയറണ്ട. നിങ്ങൾക്ക് വേണ്ടതിൽ പിരിച്ചു വിട്ടോ. പറ്റില്ല. സ്റ്റാർ എനിക്ക് അച്ഛൻ തന്നതാ. അച്ഛനല്ല GM-ആണ്. ജോലി ചെയ്ത കൂലി അത്. ഇത് തിരിച്ചില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഡിസ്റെസ്പെക്ട് ആയിട്ട് തോന്നിയില്ല? ഇത് തോന്നിയില്ല. തിരിച്ചു പണിഷ്മെന്റോ സ്റ്റാർ തിരിച്ചെടുക്കുക. അതെങ്ങനെ? സ്റ്റാർ തൊഴിൽ ചെയ്ത ശമ്പളം ഞങ്ങൾ ജോലി ചെയ്ത ശമ്പളം തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഈ എൻറ്റയർ ഡ്രാമ ഒരു കാര്യമില്ലാതെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്താ ചോദിച്ച? ഞങ്ങൾ ചെയ്ത ജോലിയുടെ കൂലി അത്. ഇത് തിരിച്ചു വാങ്ങി ദൂർത്തടിക്കാൻ ഒരു തൊഴിലാളി കൊച്ചിന് അവകാശം.
ഒരു മുതലാളി കൊച്ചു എക്സ്ക്യൂസ് മീ ഇവർക്ക് കൂലി കിട്ടാത്തതിന് ഇവിടെ എന്തെല്ലാം ചെയ്തു സമരം ആ സമയത്ത് എവിടെ തുടങ്ങിയത് ഇത് എവിടെയാ സ്റ്റാർട്ട് ചെയ്തത് ഇതെന്താണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം അത് ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഏത് ഗസ്റ്റ് വന്നിട്ട് പണത്തിന്റെ തളപ്പ് കാണിച്ചാലും